ചൂടായ കുക്കറിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച ശേഷം ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത് ചേർത്ത് നന്നായി മൂപ്പിച്ചെടുക്കുക. അതിലേക്ക് 2 പച്ചമുളക് അരിഞ്ഞതും 2 സവാള അരിഞ്ഞതും ചേർത്ത് നന്നായി വഴറ്റിയെടുക്കുക. കുറച്ച് ഉപ്പൂടെ ചേർത്ത് വഴറ്റിയ ശേഷം മൂടി വെച്ച് വേവിക്കാം. നന്നായി വഴന്ന് വന്നതിന് ശേഷം അതിലേക്ക് 1 തക്കാളി അരിഞ്ഞതും ചേർത്ത് നന്നായി വഴറ്റി മൂടി വെച്ച് വേവിച്ചെടുക്കുക. നന്നായി വെന്തതിന് ശേഷം നമുക്ക് പൊടികൾ ചേർക്കാം. 1 സ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ മുളക് പൊടി, 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1.5 ടീസ്പൂൺ ഗരം മസാല. ഇതെല്ലാം ചേർത്ത് പൊടികളുടെ പച്ചമണം മാറുന്ന വരെ നന്നായി വഴറ്റിയെടുത്ത ശേഷം അതിലേക്ക് നമുക്ക് ഉരുളക്കിഴങ്ങ് കൂടെ ചേർത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കാം. പൊടികൾ മൂത്ത മണം മാറിയതിന് ശേഷം നമുക്കതിലേക്ക് 1 കപ്പ് തേങ്ങാപ്പാലും പാകത്തിന് വെള്ളം ഒഴിച്ച് കുക്കർ മൂടി വെച്ച് 2 വിസിൽ കേൾക്കുന്നത് വരെ വേവിച്ചെടുക്കാം. 2 വിസിൽ കേട്ട് കഴിയുമ്പോഴേക്കും അത്യാവശ്യം വെന്തിട്ടുണ്ടാവും കേട്ടോ. ആവി പോയതിന് ശേഷം നമുക്ക് കുക്കർ തുറന്ന് അതിലേക്ക് ആവശ്യത്തിന് കറിവേപ്പിലയും മല്ലിയിലയും ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് എടുക്കാം. നല്ല അടിപൊളി ടേസ്റ്റുള്ളൊരു കിഴങ്ങ് കറി റെഡി ആയിട്ടുണ്ട്. താങ്ക് യു.